ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. ഐ ആം കാവ്യ. അപ്പൊ നമ്മളെ ബഡ്ജറ്റ് ഒക്കെ അങ്ങ് വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബഡ്ജറ്റുമായി റിലേറ്റ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. അപ്പൊ നമ്മളുടെ പ്രോ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ ഡോക്യുമെന്റിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ചർച്ച മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്മൻസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനോട് കൂടി തന്നെയാണ് ബഡ്ജറ്റ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവര് ബേസിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റിൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഗ്രോത്തും അതേപോലെ തന്നെ റൂറൽ പ്രോസ്പെറിറ്റിക്കുമാണ് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത്. ഗരീബ്, യൂത്ത്, അന്നദാത, അന്നാരി ഇവരുടെ എന്തെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് എന്തെല്ലാം ചെയ്യാനായി സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബേസിക് ആയിട്ട് വന്ന ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോൺസ്, അതായത് ഏകദേശം 7.7 crore ഷോർട്ട് ടേം ലോൺസ് ഫാമേഴ്സ്, ഫിഷർമെൻ ആൻഡ് ഡയറി ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ 5-year മിഷൻ ടു ഫെസിലിറ്റേറ്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് കോട്ടൺ ഫാമിംഗ്. കോട്ടൺ ഫാമിംഗിന്റെ ഏരിയയില് ഇംപ്രൂവ്മെന്റ്സ് വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാനുമായിട്ട് ഒരു 5-year അജണ്ട ഫോർമുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ധാന്യ കൃഷി യോജന, അതായത് ഒരു അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ടാർഗറ്റ് ചെയ്യുക. തന്മൂലം 1.7 crore ഫാമേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏകദേശം 5 ലക്ഷ്യങ്ങളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അതിൽ കൂടാതെ ഒന്നാണ് നമ്മളുടെ സീഡ്സിന്റെ ഡെവലപ്മെന്റ്, ഹൈ yielding വെറൈറ്റി സീഡ്സിനെ കുറച്ചുകൂടെ മൊബിലൈസ് ചെയ്യുക, ക്ലൈമറ്റ് റെസീലിയൻസ് ആക്കുക. ഇപ്പൊ നമുക്കറിയാം 2019 നോർത്ത് ഇന്ത്യയിൽ ലോക്കസ്റ്റ് ഔട്ട്ബ്രേക്ക് നടന്നായിരുന്നു അല്ലെ. അതായത് പുൽച്ചാടികളെ പോലെ കൂട്ടമായിട്ട് ഈ വെട്ടുകിളികൾ വന്നിട്ട് നമ്മുടെ ക്രോപ്പിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അത് എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ, കാരണം അത് വന്നിട്ടുണ്ടെങ്കിൽ ഫാമേഴ്സിന് ഓട്ടോമാറ്റിക്കലി വളരെ റാപ്പിഡ് ആയിട്ടുള്ള ലോസ് വരാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മുടെ സീഡ്സിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമായിരുന്നു. അതേപോലെ മംഖാന ബോർഡ് ഇൻ ബീഹാറിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കൂടുതലായിട്ടും പദ്ധതി നമ്മുടെ ബഡ്ജറ്റിൽ ഒന്ന് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ FBO സെന്റേഴ്സ് കൂടുതലായിട്ടും ബീഹാറിൽ ഒറിജിനേറ്റ് ചെയ്യുക, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കുറച്ചുകൂടെ സ്മൂത്ത്ഫുൾ ആക്കുക എന്നുള്ളതും ഈ ബഡ്ജറ്റിന്റെ അജണ്ടയുടെ കീഴിൽ ഉള്ളതായിരുന്നു. ഇനി ആത്മനിർഭാർത ഇൻ പൾസ് പ്രൊഡക്ഷന്റെ ഏരിയയിൽ, അതായത് ബേസിക്കലി ക്ലൈമറ്റ് റെസീലിയന്റ് ആയിട്ടുള്ള സീഡ്സ് എൻഹാൻസ് ചെയ്യുക, പ്രോട്ടീൻ കണ്ടന്റ് എൻറിച്ച് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ഫാമേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതായത് ബഡ്ജറ്റിൽ ഏറ്റവും ബേസിക് ആയി സ്റ്റാർട്ട് ചെയ്യേണ്ട ഫാമേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷനും പോസ്റ്റുലേഷനും തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് അജണ്ട മീറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് DBT സർവീസസ്, EMI പിക്കപ്പ് സർവീസസ്, അതുപോലെ ക്രെഡിറ്റ് സർവീസസ് മൈക്രോ ഓൺടർപ്രീനേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടതാണ്. ബഡ്ജറ്റിലും MSMEന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ MSMEയുടെ റോള് തന്നെ അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റും ടേൺ ഓവർ ലിമിറ്റും ഒക്കെ നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? മൈക്രോ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനാണ് അവർ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൈക്രോ സെക്ടറൽ ഡെവലപ്മെന്റ് വഴി എക്കണോമിനെ പൊട്ടൻഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഇവരുടെ ഒരു അജണ്ട തന്നെ ആയിരുന്നു. MSMEയുടെ ഏരിയയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടക്കുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് മിഷന് തന്നെ അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈസ് ഓഫ് ബിസിനസ് കുറച്ചുകൂടെ സ്മൂത്ത്ഫുൾ ആക്കുക, അതുപോലെ തന്നെ നമുക്ക് ജോലി ആവശ്യമായിട്ടുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയുക, യൂത്തിന് മുന്നോട്ടേക്ക് വരാനായിട്ടുള്ള ചാൻസസ് പ്രൊവൈഡ് ചെയ്യുക, ടെക്നോളജിക്കൽ അവൈലബിലിറ്റി കൂടുതലായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുക, നല്ല മാനുഫാക്ചറിംഗ് പൊട്ടൻഷ്യാലിറ്റിയും ടെക്നോളജിയും ഓഫർ ചെയ്യുക. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഫോർ മൈക്രോ എന്റർപ്രൈസസ്, അതായത് ക്രെഡിറ്റ് കാർഡ് വിത്ത് ₹5 lakh ലിമിറ്റ് ഫോർ മൈക്രോ എന്റർപ്രൈസസ്, അതായത് ഈ മൈക്രോ യൂണിറ്റ് ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ ഉദ്യം പോർട്ടൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബേസിക്കലി എന്ത് പ്രൊവിഷൻ കൊടുക്കുക? ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. സോ ഈ മൈക്രോ ഓൺടർപ്രീനേഴ്സ് അല്ലെങ്കിൽ മൈക്രോ യൂണിറ്റ്സിന് ഫണ്ട് എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും നമുക്കറിയാം ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാർക്കറ്റിൽ വരും.
ഇപ്പൊ സപ്ലൈനെ മീറ്റ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ഡിമാൻഡ് വർദ്ധിപ്പിക്കേണ്ടി വരും, റോ മെറ്റീരിയൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാനായി പറ്റില്ല. അപ്പൊ ഇനി അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഇല്ല. എന്താ ചെയ്യുന്നത്? മൈക്രോ ഓൺടർപ്രീനേഴ്സിന് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ്, അതായത് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakh ലിമിറ്റ് വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ്, നമുക്ക് 2 സെക്ടേഴ്സ് ഉണ്ട്, ലേബർ ഇന്റൻസീവും ക്യാപിറ്റൽ ഇന്റൻസീവും. ലേബർ ഇന്റൻസീവ് സെക്ടേഴ്സ് അല്ല, ശരിക്കും ടെക്നോളജി ആണ്. ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേബറേഴ്സിനെ എംപ്ലോയ് ചെയ്യുക, കുറച്ച് ക്യാപിറ്റൽ അല്ലെ ടെക്നോളജി അല്ലെ മെഷീൻ എംപ്ലോയ് ചെയ്യുക. 2 കൂടുതൽ മെഷീൻ എംപ്ലോയ് ചെയ്യുക, കുറച്ച് ലേബറേഴ്സിനെ എംപ്ലോയ് ചെയ്യുക. അപ്പം രണ്ടാമത്തത് ക്യാപിറ്റൽ ഇന്റൻസീവും ആദ്യത്തത് ലേബർ ഇന്റൻസീവുമാണ്. അപ്പൊ ഇവിടെ ബേസിക്കലി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യാലിറ്റി ഏകദേശം 22 ലക്ഷം ആൾക്കാർക്ക് കൊണ്ടുവരിക. അതേപോലെ ടോയ് സെക്ടറിനെ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാഞ്ച്, നമ്മൾ പലപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, അതില്ലാതെ നമ്മളൊരു സെൽഫ് സഫിഷ്യന്റ് യൂണിറ്റ് ആയിട്ട് മാറുക. അതേപോലെ ഫുഡ് പ്രോസസിംഗ് ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ നമ്മള് ക്രെഡിറ്റ് അവൈലബിലിറ്റി കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് MSCക്ക് ഇപ്പം 5 ആയിരുന്നു, അത് റിവൈസ് ചെയ്ത് 10 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ എന്ന് പറയുന്നത് ആദ്യം 10 ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ 10 ആണ്, അത് ബഡ്ജറ്റിൽ റിവൈസ് ചെയ്ത് 20 ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ത്രെഷോൾഡ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ മൈക്രോ എന്റർപ്രൈസസിൽ വരുന്നത് 1 ആയിരുന്നു, ഇപ്പൊ അത് 2.5 ആയി. ടേൺ ഓവർ 5 ആയിരുന്നു, പിന്നെ അത് റിവൈസ് ചെയ്തിട്ട് 10 ആക്കി. സ്മോൾ എന്റർപ്രൈസസിന്റെ കേസ് വരുമ്പം 10 ആണ്, റിവൈസിൽ 25 ആണ്, കറന്റില് അത് 50 ആണ്, ടേൺ ഓവർ അത് 100 ആയി വർദ്ധിപ്പിച്ചു. മീഡിയം ഒക്കെ ക്രോറിലാണ്. ഓക്കെ, ഇനി മീഡിയം എന്റർപ്രൈസസിന്റെ കേസ് വരുന്ന സമയത്ത് 50 ആയിരുന്നു കറന്റ്, റിവൈസ് ചെയ്ത് 125 ആക്കി. ഇനി ടേൺ ഓവറിന്റെ റേറ്റിൽ കറന്റ് വരുന്ന 250 ആയിരുന്നു, റിവൈസ് ചെയ്ത് 500 ആക്കി. അപ്പൊ കൂടുതലായിട്ട് പൊട്ടൻഷ്യാലിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഓൺടർപ്രീനേഴ്സ് ഫുൾ ഫ്ലറിഷ്ഡ് ആവുക, മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ എല്ലാവർക്കും അവസരം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഗരീബ് യൂത്ത്, അന്നദാത, നാരി, ഇവര് 4 കാറ്റഗറിനെയാണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ കാര്യങ്ങളായിരുന്നു ഒന്ന് സാക്ഷം അംഗനവാടി പോർഷൻ 2 എന്ന് പറയുന്നത്, അതേപോലെ എക്സ്പാൻഷൻ ഓഫ് കപ്പാസിറ്റി ഇൻ IIT, ഡേ കെയർ സെന്റേഴ്സ് ഇൻ ഓൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ഡേ കെയർ സെന്റേഴ്സ്. കാരണം നമുക്കറിയാം ഡേ കെയർ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് പലതും ഹൈലി എക്സ്പെൻസീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള സോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ഭാരതീയ ഭാഷാ പുസ്തക സ്കീം, അതായത് ഡിജിറ്റൽ ഫോമിൽ നമുക്ക് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാനും വായിക്കാനും ഒക്കെയുള്ള പ്രൊവിഷൻ കൊണ്ടുവരിക. അതേപോലെ 5 നാഷണൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിംഗ്, നമുക്ക് ഗ്ലോബൽ എന്റർപ്രൈസസിന് വേണ്ടിയിട്ടും സ്റ്റാർട്ടപ്പിനും വളരെ റിനോവേറ്റഡ് ആവാനുമായിട്ട് ഇത് സഹായിക്കും. അതേപോലെ അറ്റൽ ടിങ്കറിംഗ് ലാബ്, 50,000 ലാബ്സ് ആണ് ഓരോ ഗവൺമെന്റ് സ്കൂളിലും അടുത്ത 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അത് വളരെ വലിയൊരു പൊട്ടൻഷ്യാലിറ്റി ആണ് നമുക്ക് നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിലെയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ഫീൽഡ്, നമുക്കറിയാം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചാറ്റ് GPT ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ എഡ്യൂക്കേഷണൽ മേഖലയിൽ ഏകദേശം 500 കോടിയോളമാണ് ഫണ്ട് ഈ ഒരു എഡ്യൂക്കേഷണൽ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്ലെൻഡറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾസിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിന്റെ സീറ്റ് വർദ്ധിപ്പിക്കുക. അതേപോലെ PM സ്വാനിധി, അതായത് നമുക്ക് ലോൺ ഓപ്ഷൻസ് പെട്ടെന്ന് പലപ്പോഴും നമുക്ക് ബിസിനസ്സിലേക്ക് കമൻസ് ചെയ്യാൻ വേണ്ടി എൻറ്റർ ചെയ്യുമ്പോൾ ലോൺ കിട്ടാത്ത സിറ്റുവേഷൻസ് വരും. ഇനി അങ്ങനെയൊന്നുമില്ല, ഈസി ആയിട്ട് ലോൺ ഓപ്ഷൻസ് കൊണ്ടുവരിക. ഓൺലൈൻ പ്ലാറ്റ്ഫോം വർക്കേഴ്സിന് ഈ ശ്രം പോർട്ടൽ വഴി അവർക്ക് സാധാരണ രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഒന്നും അവൈലബിൾ അല്ല. ഗിഗ് വർക്കേഴ്സ് ഒക്കെ പോലെ തന്നെ കുറെ റെസ്ട്രിക്ഷൻസ് ആൻഡ് പൊട്ടൻഷ്യാലിറ്റീസ് അവരും അല്ലെങ്കിൽ പ്രോബ്ലംസ് അവരും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതില്ലാതെ കുറച്ചുകൂടി ഒരു ഓപ്ഷൻസ് ഓഫർ ചെയ്യുക. ഇനി ഇത് കൂടാതെ ബേസിക്കലി ഉള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ₹1.5 lakh crore പ്രൊവൈഡ് ചെയ്യുക. ജലജീവൻ മിഷൻ 100% കവറേജ് ഓപ്ഷൻസ് 2028 ആകുമ്പോഴേക്കും ജലജീവൻ മിഷൻ പ്രോംപ്റ്റ് ചെയ്യുന്നു. അതേപോലെ പവർ സെക്ടറിന്റെ മേഖലയിലാണെങ്കിൽ ഫണ്ട് ബോറോയിങ് 0.5% ഓഫ് ഫണ്ട് ബോറോയിങ് വരെയും അവർക്ക് നടത്താനായി സാധിക്കും.
അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലോ ബാക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹10 lakh crore ആയിട്ട് പുതിയ പ്രൊജക്ട്സിന്, അതായത് പുതിയ പ്രൊജക്ട്സ് കമൻസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്കുള്ളത് റിസർച്ച് ഫെലോഷിപ്പ് ആണ്. റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് 10,000 ഫെലോഷിപ്പ്, അതായത് IIT IIC വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്കോളേഴ്സിന് ഏകദേശം 10,000-ൽ അപരി അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ഫെലോഷിപ്പ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ജീൻ ബാങ്ക് ഫോർ ഗ്രോപ്പ്, നമ്മൾ ബേസിക് ആയിട്ട് നമ്മളെ ഫുഡ് സെക്യൂരിറ്റി, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷന് വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിന് ഓൾമോസ്റ്റ് 20,000 crore ആണ്. കാരണം അവര് മുന്നോട്ടേക്ക് വരണം അല്ലെ, അങ്ങനെ മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുള്ളൂ, ഡെവലപ്മെന്റ് വരികയുള്ളൂ. അതേപോലെ ലാൻഡ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അർബൻ പ്ലാനിംഗ്, പുതിയ പുതിയ പ്രൊജക്ട്സ് ഡിസൈൻ ചെയ്യുക, ഇതിനെല്ലാമായി നാഷണൽ ജിയോ സ്പേഷ്യൽ മിഷനെ അപ്പോയിന്റ് ചെയ്യുകയും പ്രൈം മിനിസ്റ്റർ ഗതി ശക്തിയുടെ കീഴിൽ അത് ഫ്ലറിഷ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യുക. അടുത്തത് എക്സ്പോർട്ടിന്റെ മേഖലയിലേക്ക് പോകുമ്പോൾ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ ഉണ്ട്. അതായത് നമ്മുടെ MSMEക്ക് വരെ, മൈക്രോ എന്റർപ്രീനേഴ്സിന് വരെ, ഓന്റർപ്രീനേഴ്സിന് വരെ എക്സ്പോർട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള വളരെ സ്മൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻകറൻസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒന്ന് ഫ്ലറിഷ് ചെയ്യുക. GCC അതായത് ഗ്ലോബൽ കപ്പാസിറ്റി സെന്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതായത് കപ്പാസിറ്റി ബിൽഡിംഗ് കൊടുക്കുക. നമ്മൾ വെറും എന്ത് ചെയ്യാതെ, ഇമ്പോർട്ട് ചെയ്യാതെ നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, അതായത് നമ്മുടെ രാജ്യം സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് നമ്മൾ തന്നെ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് എൻലാർജ് ചെയ്യുക. അപ്പൊ ഇവിടെ ബേസിക്കലി പറയുന്നത് ഇനി ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ റൂറൽ ഏരിയയിൽ തങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് അല്ലെങ്കിൽ ഫണ്ട് റേസിംഗ് അല്ലെ ഫണ്ട് അപ്രൈസൽ മെക്കാനിസത്തിൽ ഒരുപാട് സഹായകരമാകുന്ന ഒന്നാണ് ഈ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അതേപോലെ പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി, ഈ ബോണ്ട് ഒക്കെ റേസ് ചെയ്യുന്ന ഓന്റർപ്രീനേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ഏരിയയിലാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടാക്സ് റിഫോംസ് ആണെങ്കിൽ വളരെ വലിയ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് നമുക്ക് ടാക്സിന്റെ. ഇപ്പൊ ടാക്സിന്റെ ടൈമിന്റെ മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ റുപ്പി കൺവേർഷനും എക്സ്പെൻഡിച്ചറും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ വളരെ ടമൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, ഈ ടാക്സ് റിഫോമിന്റെ മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലയിലും, ഇപ്പൊ കൃഷിയുടെ മേഖലയിലാണെങ്കിലും നമ്മുടെ സ്ട്രക്ചറൽ ഡെവലപ്മെന്റിലാണെങ്കിലും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ടാക്സിന്റെ മേഖലയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് 0 to 4 വരെയാണ്, 0 മുതൽ 4 ലക്ഷം വരെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. 4 മുതൽ 8 വരെയാണെങ്കിൽ 5% നിങ്ങൾക്ക് നികുതി വരുന്നത്. 8 മുതൽ 12 വരെയാണ് വരുന്നതെങ്കിൽ 10%. 12 മുതൽ 16 വരെയാണ് വരുന്നതെങ്കിൽ 15%. 16 മുതൽ 20 വരെയാണ് വരുന്നതെങ്കിൽ 20%. 20 മുതൽ 25 വരെയാണ് വരുന്നതെങ്കിൽ 25%. ആൻഡ് 24 ലക്ഷത്തിന് മുകളിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ വരുമാനം ആദായ നികുതി ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് 30% ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ടാരിഫ് റേറ്റിന്റെ ഒരു കൺസിഡറേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും 0.7% എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു റിഡക്ഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രഗ്സ്, മെഡിസിനൽ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഈ ഡോക്ക് തന്നെ വെച്ച് പറയുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾ ഈ ഡോക്ക് ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 36 ലൈഫ് സേവിംഗ് ഡ്രഗ്സ് അല്ലെ മെഡിസിൻസ് ആണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മെഡിസിനൽ ലിസ്റ്റിൽ നിന്നും അത് നമുക്ക് പ്രോബ്ലമാറ്റിക് ആണെന്ന് കണ്ടിട്ട് നമ്മൾ ബേസിക്കലി എന്തായിട്ടുള്ളത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ ക്യാൻസർ ഏരിയ, ക്യാൻസർ മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ പല മേഖലകളിലും ഏകദേശം ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള തന്നെ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അധികം ഒരുപാട് പേര് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള മേഖലയിൽ 36 മരുന്നുകൾ, അതായത് ഈ ഡിസീസസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന
36 മരുന്നുകളാണ് അവിടെ ബേസിക്കലി എന്ത് ചെയ്തിട്ടുള്ളത്, മരുന്നുകളുടെ വിലയാണ് കുറച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 37 പുതിയ മെഡിസിൻസും 13 ന്യൂ പേഷ്യന്റ് അസിസ്റ്റന്റ് പ്രോഗ്രാംസുമാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ലിസ്റ്റിന്റെ അകത്തുനിന്ന് നമ്മൾ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത്. കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ടാക്സിന്റെ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. 0 to 4 ആണെങ്കിൽ ഇവിടെ ടാക്സ് ലിമിറ്റ് നില്ലാണ്. 4 to 8 ആണെങ്കിൽ 5%, 8 to 12 ആണെങ്കിൽ 10%, 12 to തന്നിട്ടുണ്ട്. ഇതിന്റെ റേഷ്യോസ് ആണ് നിങ്ങൾക്ക് തന്നത്. 12 to 16 ആണെങ്കിൽ 15%, 16 to 20 ആണെങ്കിൽ 20% ആണ്, 20 to 25 ആണെങ്കിൽ 25% ആണ്, ആൻഡ് 24 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% ബേസിക്കലി ഇവിടെ വരുന്നത്. സീനിയർ സിറ്റിസൺസിന് ടാക്സ് ഡിഡക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഡബിൾ ചെയ്തിട്ടുണ്ട്. അതായത് 50,000 ആയിരുന്നു, അത് 1 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ ആനുവൽ ലിമിറ്റ് എന്ന് പറയുന്നത് TDSന് 2.4 lakh ആയിരുന്നു റെന്റ്, ആൻഡ് അത് 6 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ബേസിക്കലി നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് നമ്മുടെ റുപ്പിയുടെ ഒരു കൺസിഡറേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഓരോ മേഖലയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഈ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ബോറോയിങ് അതർ ലയബിലിറ്റീസ് 24% ആണ്. നോൺ ടാക്സ് റിസീപ്റ്റ്സ് എന്ന് പറയുന്നത് 9% ആണ്. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് 1% ആണ്. കസ്റ്റംസ് 4% ആണ്. കോർപ്പറേഷൻ ടാക്സ് 17% ആണ്. GST and other taxes 18% ആണ്. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് 5%, ഇൻകം ടാക്സ് 22% ആണ്. The rupees come from നമുക്ക് എവിടെ നിന്നൊക്കെ വരുന്നു എന്നാണ്. ഇനി നമ്മുടെ സോഴ്സസ് ഔട്ട്സൈഡ് ഫ്ലോ എങ്ങനെയാ വെച്ചാൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് 20%, സെൻട്രൽ സെക്ടർ സ്കീംസ് അത് ഡിഫൻസ് ആൻഡ് സബ്സിഡി ഇല്ല, അത് ഒഴികെ 16%, മേജർ സബ്സിഡീസ് 6%, ഡിഫൻസിന്റെ മുകളിൽ 8%, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് 22%, ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് 8%, സെൻട്രലി സ്പോൺസേർഡ് സ്കീം 8%, മറ്റ് എക്സ്പെൻഡിച്ചർ 8%, പെൻഷൻ 4% വരുന്നത്. ഇനി റവന്യൂ റെസീപ്റ്റ്സിന്റെ കേസ് എടുത്ത് നോക്കിയാൽ റീസെന്റ് ഫിഗർ മാത്രം നോക്കിയാൽ മതി. അത് 34.2 ആണ്. 2023-24 അത് 27.3, പിന്നീട് 31.3, പിന്നീട് 30.9, പിന്നീട് അത് 34.2 ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ മേഖലയിലേക്ക് പോകുമ്പോൾ അത് 17.1 നിന്നും കുറയാണ് ചെയ്തത് അല്ലെ, 16.4 ഇനി എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് 12.5 ആയിരുന്നു, അത് 15.5 വർദ്ധിച്ചു. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ 34.9 ആയിരുന്നു, ഇന്ന് 39.4 ആണ്. അതായത് നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പോസ്റ്റുലേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ്, ഈ ഡെഫിസിറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് 4.4 ആണ്, റവന്യൂ ഡെഫിസിറ്റ് 1.5 ആണ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് 0.3ഉം പ്രൈമറി ഡെഫിസിറ്റ് 0.8ഉമാണ് വരുന്നത്. ഇനി നമ്മുടെ എക്സ്പെൻഡിച്ചർ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ക്രോറിലാണ്. ഡിഫൻസിൽ അത് 4,91,732 ആണ്. റൂറൽ ഡെവലപ്മെന്റിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ എത്രയാന്ന് വെച്ചാൽ 266,817, ഹോം അഫയേഴ്സിൽ 233,211, അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസിൽ 171,437, എഡ്യൂക്കേഷനിൽ 128,650, ഹെൽത്തിൽ 98311, അർബൻ ഡെവലപ്മെന്റിൽ 96777, IT ആൻഡ് ടെലികോം 95,298 ആണ്, 95,298 ആണ്, എനർജി 81,174 ആണ്, commerce and industry 65,553 ആണ്, social welfare 60,052 ആണ്, scientific departments 55,679 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബഡ്ജറ്റിൽ പഠിച്ചു വെക്കേണ്ടത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ എക്കണോമിക് സർവേയുടെയും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എക്കണോമെട്രിക്ക കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക. നിങ്ങൾക്ക് കണ്ടന്റ് യൂസ്ഫുൾ ആയിരുന്നോ എന്നും കമന്റ് ചെയ്യുക. Thank you and have a nice day.